ഒരു കാലത്ത് വരാപ്പുഴ കടമക്കുടി ദ്വീപ് നിവാസികൾ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി ആശ്രയിച്ചിരുന്നത് വരാപ്പുഴ പള്ളി സ്കൂളിനായിരുന്നു. പള്ളി സ്കൂൾ ബോയ്സും സമീപമുള്ള കോൺവെന്റ് സ്കൂൾ ഗേൾസിനും ഉള്ളതായിരുന്നു. ഈ സ്കൂളുകളിൽ പഠിച്ചിരുന്ന കുട്ടികൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ബോട്ടിനെയായിരുന്നു. രാവിലെ സ്കൂൾ സമയങ്ങളിൽ സർവീസ് നടത്തിയിരുന്ന ബോട്ടുകളുടെ വീട്ടില് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമായിരുന്നു. അത്രയ്ക്കും തിരക്ക് ബോട്ടിലുണ്ടാകുമായിരുന്നു. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ ബോട്ടിൽ വിദേശ സഞ്ചാരികളും യാത്ര ചെയ്യാനെത്തിയിരുന്നു. സായിപ്പിനെയും മദാമയെയും കാണുന്നത് വിദ്യാർത്ഥികൾക്ക് കൗതുകം നിറഞ്ഞ കാര്യമായിരുന്നു. അവരുടെ സമീപത്തേക്ക് അറിയാവുന്ന മുറി ഇംഗ്ലീഷുമായി എത്തുന്ന കുട്ടികൾക്ക് അവർ പേനയും പോസ്റ്റ് കാർഡുമൊക്കെ സമ്മാനമായി നൽകി. ബോട്ടുകളെ സ്പീഡിന്റെയും വലിപ്പത്തിന്റെയും പേരിൽ ആരാധിച്ചിരുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. ചില കുട്ടികളാകട്ടെ ബോട്ട് ടിക്കറ്റ് സൂക്ഷിക്കുന്നത് ഹോബിയാക്കുന്നവരുണ്ടായിരുന്നു. അന്നത്തെ ആ കുട്ടികൾക്കൊക്കെ പ്രായം ഇപ്പോൾ 50ഉം 60ഉം പിന്നിട്ട് കാണും. വീട്ടിൽ യാത്ര ചെയ്ത ഒരു ജനറേഷൻ തീർച്ചയായിട്ടും ഇപ്പൊ അവരൊരു ഓർമ്മകൾ പലരും ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് ബോട്ട് സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ പഠിക്കാൻ പോവുകയൊക്കെ ചെയ്തേക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു ഓർമ്മകൾ പലപ്പോഴും താങ്കളൊക്കെ ഓൺ ചെയ്തിരുന്ന ബോട്ടുകളിൽ യാത്ര ചെയ്ത ഓർമ്മകളാണ്. അപ്പൊ അത്തരം ഓർമ്മകൾ പലർക്കും ഒരു നൊസ്റ്റാൾജിയ സമ്മാനിക്കാറുണ്ടല്ലോ. ഇപ്പൊ പഴയ സിനിമ കാണുമ്പോഴും നമുക്ക് ഒരു നൊസ്റ്റാൾജി ഉണ്ടാവുമല്ലോ. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കളർ സമയത്ത് കളറായി തുടങ്ങിയെങ്കിലും ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇപ്പോഴും അത് ടി വിയിലൊക്കെ വരുമ്പോൾ നമ്മളത് പോയിരുന്ന് ആസ്വദിച്ച് കാണാറുണ്ട്. അതിന്റെ എത്ര ക്ലാരിറ്റി കുറവാണെങ്കിലും എന്റെ വീടിന് മുമ്പിലാണ് ഈ സംഘം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പൊ ഓർമ്മയില്ല എങ്കിലും ഞങ്ങളത് കണ്ട് ആ ഷൂട്ടിംഗ് ഒക്കെ. അപ്പൊ അതിന്റെ പാട്ട് എപ്പോഴെങ്കിലും ഒക്കെ റേഡിയോയിൽ വരിക അല്ലെങ്കിൽ ടി വിയിലൊക്കെ നമ്മളൊരു നൊസ്റ്റാൾജി ആയിട്ട് നമ്മൾ ആലോചിക്കാറുണ്ട്. ചില സിനിമയിലൊക്കെ നമ്മുടെ ബോട്ടുണ്ട്. അപ്പൊ ബോട്ട് കഥാപാത്രമായിട്ടല്ല, യാത്ര ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ ബോട്ടുണ്ട്. നമ്മുടെ ബോട്ട് കാണുമ്പോൾ നമ്മൾ വെറുതെ ആലോചിക്കും നമ്മുടെ ബോട്ടാണല്ലോ. അപ്പൊ മമ്മൂട്ടിയുടെ ഒരു സിനിമയിലുണ്ട് ആ ബോട്ട്. ഈ ബോട്ടുകൾക്ക് കുടുംബാംഗങ്ങളുടെ പേര് ആയിരുന്നല്ലോ പൊതുവേ നമ്മളിപ്പോ നമ്മുടെ രാജ്യം ഒരു ഷീ കൺസെപ്റ്റ് എന്ന് പറയില്ലേ, നമ്മുടെ മദർലാൻഡ്. ബോട്ടൊക്കെ പൊതുവെ സ്ത്രീകളുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഷീ കൺസെപ്റ്റ് ആണ് അതിനുള്ളത്. പൊതുവെ ബോട്ടിനൊക്കെ എല്ലാവരും സ്ത്രീകളുടെ പേരാണ് ഇടുന്നത്. എന്റെ വീട്ടിൽ എന്റെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ പേരാണ് ഇട്ടിരുന്നത്. മേരിമദൻ എന്റെ അമ്മയുടെ പേര് ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ സെന്റ് ആന്റണി എന്ന് പറഞ്ഞ ബോട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ടർ ലില്ലി പോലെ ഐക്കോണിക്കായിട്ടുള്ള പേരുകളുടെ ബോട്ടുകൾ ഉണ്ടായിരുന്നു. പൊതുവെ 80% ആളുകളും സ്ത്രീ കൺസെപ്റ്റ് ആയിരിക്കും ഒരു ബോട്ട്. അത് ഷിപ്പും ഒക്കെ അങ്ങനെയാണ്. പൊതുവെ വെറുപ്പൊക്കെ ആയിട്ട് പറയുമ്പോഴും നമ്മൾ ഷീ കൺസെപ്റ്റിലാണെന്ന് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ബോട്ടുകൾക്കും സ്ത്രീ കൺസെപ്റ്റ് ആയിരുന്നു.